ഹലോ സ്റ്റുഡൻസ്, 10th സ്റ്റാൻഡേർഡിലെ ലൈറ്റ് എന്ന ചാപ്റ്ററാണിത്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന പാർട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിനു മുമ്പിലത്തെ വീഡിയോകളിലായി സ്പെറിക്കൽ മിറേഴ്സ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നീ സെക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ന്യൂമറിക്കൽ പ്രോബ്ലംസും കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയും ന്യൂമറിക്കൽ പ്രോബ്ലംസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് തിയറി പാർട്ടാണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ ഈ ചാപ്റ്ററിൽ ലൈറ്റിൻ്റെ രണ്ട് ഫിനോമിനാസ് ആണ് പഠിക്കുന്നത്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. റിഫ്ലക്ഷൻ്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത് മിററാണ്. പ്ലെയിൻ മിററും കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ വരുന്ന തിയറീസ്, പിന്നെ റേ ഡയഗ്രംസ്, പ്രോബ്ലംസ്, മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ, റേഡിയസിൻ്റെ ഇക്വേഷൻ, മിറർ ഫോർമുല, ഇത്രയാണ് വന്നത് കേട്ടോ. ഇനി റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. നമ്മൾ റിഫ്ലക്ഷൻ കണ്ടായിരുന്നു. റിഫ്ലക്ഷൻ എന്ന് പറയുമ്പം അവിടെ എന്തേ ഉള്ളൂ, ഒരേ ഒരു മീഡിയം മാത്രമേ അവിടെ ഉണ്ടാവുന്നുള്ളൂ അല്ലേ. അതായത് ഒരു സർഫസിൽ ലൈറ്റ് വന്ന് വീണതിന് ശേഷം ബൗൺസിങ് ബാക്ക് ഓഫ് ലൈറ്റ് റേസ് അല്ലേ, അവിടെ നിന്ന് ലൈറ്റ് റേസ് തിരിച്ചു പോകുന്നതിനെയാണ് നമ്മൾ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഇവിടെ എന്താ സംഭവിച്ചത്, ശരിക്ക് ഒപ്പേക്ക് ഒബ്ജക്ട്സിൻ്റെ മേലെയാണ് ലൈറ്റ് റേസ് വന്ന് വീണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് അല്ലേ, അല്ലാതെ ലൈറ്റ് ഇതിലേ കടന്ന് ഇപ്പുറത്തേക്ക് പോകുന്നില്ല. ഓക്കെ, അതായത് ലൈറ്റ് ഒരു ഭാഗത്തുനിന്ന്, അതായത് ഇവിടുന്ന് ലൈറ്റ് എയറിൽ നിന്ന് മിററിനകത്തേക്ക് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെയല്ല, കുറേ കാര്യങ്ങൾ കൂടുതൽ സംഭവിക്കും. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കുക, അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഇനി ഇപ്പോൾ റിയൽ കേസിലാണെങ്കിൽ നമ്മളിപ്പം അറിയാം, നമുക്കിപ്പോൾ ഒരു വാട്ടർ ബോഡി, ഒരു കുളമോ നദിയോ അതിലായിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നദിയെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ്, ശരിക്ക് ലൈറ്റ് റേസ് ഇവിടെ വന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മളെ കണ്ണിലെത്തുന്നുണ്ടല്ലേ. അത് മാത്രമല്ല, നദിയുടെ ഉള്ളിലേക്കൂടി ലൈറ്റ് റേസിന് കടന്നു പോകാനും പറ്റും. അതുകൊണ്ടാണ് അതിനുള്ളിലുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. നദീൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം ലൈറ്റ് റേ അതിനകത്തേക്ക് കടന്നുപോയി അവിടെ നിന്നൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഒബ്ജക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പാരൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ്, ഒപ്പേക്ക് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ റിയൽ കേസിൽ ഒരു ലൈറ്റ് റേ ഒരു സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ആ സർഫസ് ശരിക്ക് ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ലൈറ്റ് റേ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ലൈറ്റ് റേ അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. ഇനി ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ ട്രാൻസ്ലൂസൻ്റ് പോലെയുള്ള മീഡിയം ആണെങ്കിൽ ലൈറ്റ് റേ അതിനകത്തേക്കൂടി കടന്നു പോകുന്നു ഉണ്ടാവും അല്ലേ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നിച്ച് തന്നെ മിക്കവാറും സംഭവിക്കും. ഇപ്പം മിററിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാം കടന്നു പോകുന്നില്ല എങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ട്, എന്തായാലും അത് കുറച്ച് ചൂടാവുകയൊക്കെ ചെയ്യില്ല ഇപ്പം നമ്മൾ സൺലൈറ്റിൽ വെച്ച്. അപ്പോൾ അതായത് അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അതൊക്കെ വിട്. ഇനി നമുക്ക് റിഫ്രാക്ഷനിലേക്ക് വരാം. അപ്പോൾ ഇവിടെ എപ്പോഴാണ് റിഫ്രാക്ഷൻ നടക്കുന്നത് നോക്കാം. ഓക്കെ, അതായത് റിഫ്രാക്ഷൻ സംഭവിക്കാൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ നടക്കുന്നത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണ് റിഫ്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മളിപ്പോൾ ഒരു റോഡിലേ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരികയാണ്. ട്രാവൽ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് എത്തണ്ടെങ്കിൽ ഒരു പുഴ കടന്നിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റോഡിലേക്കൂടെ നല്ല സ്മൂത്തായി അടിപൊളിയായി നടന്നു വന്നിട്ടുണ്ടാവും. പക്ഷേ ഈ പുഴയിലേക്കൂടെ നടക്കണ്ടെങ്കിൽ നമുക്ക് അത്ര എളുപ്പം ഉണ്ടാവില്ല അല്ലേ, അത്ര എളുപ്പം ഉണ്ടാവില്ല. അതായത് എളുപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സ്പീഡൊന്ന് കുറയും. കുറച്ച് നല്ല ഒഴുക്കുള്ള പുഴയൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്പീഡൊന്ന് കുറയും അല്ലേ. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ നേരത്തെ വന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ പറ്റണം എന്നില്ല. നമ്മുടെ പാത്തിൽ ചിലപ്പോൾ ചില വളവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലേ.
അപ്പോൾ അങ്ങനെ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്തും ലൈറ്റിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യില്ല, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന് വരാൻ പറ്റില്ല. എന്ത് ചെയ്യും, അതിൻ്റെ പാത്തിൽ ചെറിയൊരു വളവ് വരും, ഒരു ബെൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നു. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങോട്ടൊരു ചേഞ്ച് ഉണ്ടായാൽ ലൈറ്റ് പിന്നെ അങ്ങനെ തന്നെ അങ്ങ് പോയി. നമ്മളിപ്പോൾ മനുഷ്യന്മാരായതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം സ്ട്രെയിറ്റ് ലൈനിൽ വരും അല്ലേ. അപ്പോൾ ലൈറ്റ് നമ്മളെപ്പോലെ ബുദ്ധിയുള്ള ഒരു ജീവിയൊന്നുമല്ലല്ലോ. അപ്പോൾ ഒരു ഡിഫ്ലക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നേരെ ഇങ്ങോട്ടേക്ക് പോവും. ഓക്കെ, ഇവിടെ മനസ്സിലാക്കാനുള്ളത് ലൈറ്റിൻ്റെ സ്പീഡിൽ ചേഞ്ച് വരുന്നുണ്ട്. ഓക്കെ, ലൈറ്റിൻ്റെ സ്പീഡിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് റിഫ്രാക്ഷൻ്റെത്. നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയി ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് എക്സാമ്പിൾസ്. ഈ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് റിഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ദ ബോട്ടം ഓഫ് എ ടാങ്ക് ഓർ എ പോണ്ട് കണ്ടെയ്നിങ് വാട്ടർ അപ്പിയേഴ്സ് ടു ബി റേസ്ഡ്. അതായത് നമ്മളിപ്പോൾ ഒരു പുഴയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അത്രയൊന്നും ആഴമില്ല എന്നല്ലേ, പക്ഷേ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല, അതിന് കൂടുതൽ ആഴമുള്ളതായിട്ട് തോന്നും. ഇപ്പം നിങ്ങൾ വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനിയൊന്ന് പോയി നോക്കിക്കോളൂ, നിങ്ങൾക്ക് തോന്നും കുറച്ചിങ്ങനെ ഉയർന്നു നിൽക്കുന്ന പോലെ അല്ലേ, അതിൻ്റെ അടുത്തിട്ട് കുറച്ച് റേസ് ആയ പോലെ തോന്നും. അതെന്തുകൊണ്ട്? അത് നമുക്ക് റിഫ്രാക്ഷൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് സ്കൂളിൽ തിക്ക് ഗ്ലാസ് ലാബ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. Glass slab is placed over some printed matter. The letters appears raised when viewed through the glass slab. അതായത് ഇതിൻ്റെ മേലെ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ലാബ് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കുന്ന സമയത്ത് ലെറ്റേഴ്സ് കുറച്ച് മേലേക്ക് പൊങ്ങി നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് അറിയാവുന്ന വേറൊരു എക്സാമ്പിൾ, എ പെൻസിൽ partly immersed in water in a glass tumbler. It appears to be displaced at the interface of air and water. ഇത് നിങ്ങൾ ഒന്ന് സംശയം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് എടുക്കുക, ഗ്ലാസ്സിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ടൊരു പെൻസിൽ ഇങ്ങനെ അതിലിട്ട് വെച്ചിട്ട് ഈ സൈഡിൽ നിന്നൊന്ന് നോക്കിയേ, നിങ്ങൾക്ക് ഈ പെൻസിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നും. അതായത് അവിടെ ഒരു ബെൻഡ് ഉണ്ട് എന്ന് തോന്നും. ഈ ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവിടെ എയറാണ്, ഇവിടെ വാട്ടറാണ്, അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ആ ഒരു സർഫസിനെയാണ് നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അവിടെ ഒരു ബെൻഡ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംശയമില്ലേന്നോ കണ്ടിട്ടോ ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി ഇതും നമുക്കറിയാവുന്നതാണ്. നമ്മൾ കോമ്പറ്റീഷൻസും പല പല ഓണപരിപാടികൾക്കൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എ ലെമൺ കെപ്റ്റ് ഇൻ വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ appears to be bigger than its actual size. വെള്ളത്തിലിട്ട് വെച്ച ലെമണിന് കുറച്ചുകൂടി സൈസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലേ, സൈഡിലേക്കൂടി നോക്കുന്ന സമയം. ഓക്കെ, ഇതിനൊക്കെ കാരണം റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന്. അപ്പോൾ നമ്മൾ ഒരു ഫിഗറൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്ക് ഫുൾ മാർക്കിംഗ് വാങ്ങാം. ഓക്കെ, ഇനി റിഫ്രാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ആക്ച്വലി നടക്കുന്നത് നോക്കാം. റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ റിഫ്രാക്ഷൻ്റെ കേസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ഡയഗ്രാം ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയേ, ഇവിടെ നോക്കിയേ, മീഡിയം 1 ഈസ് ദർ എയർ, മീഡിയം 2 ഈസ് ദർ ഗ്ലാസ്. അതായത് ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്ത് വരികയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? റിഫ്രാക്ഷൻ നടക്കുന്നത്. അതായത് ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് ട്രാവൽ ചെയ്ത് വേറൊരു മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ചേഞ്ച് ഇൻ ഡയറക്ഷൻ ഓഫ് ലൈറ്റ് റേ, അല്ലെങ്കിൽ ഇവിടെ ഒരു ബെൻഡ് ഓഫ് ലൈറ്റ് റേ ഉണ്ടാവുന്നുണ്ട്. അതാണ് റിഫ്രാക്ഷൻ. ആ ഫിനോമിനനാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ചിത്രത്തിൽ ഇപ്പം വരച്ചു, ഇങ്ങനെ ഒരു ലൈറ്റ് റേ വന്ന് കുറച്ചൊന്ന് വളഞ്ഞിട്ടാണ് പോയത്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ടില്ല. ഇപ്പം എയറിലൂട്ട് മാത്രം ഇത് ട്രാവൽ ചെയ്യുന്നെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ ഇല്ല. റിഫ്രാക്ഷൻ ഉണ്ടാവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് വേണം? എ സെറ്റ് ഓഫ് മീഡിയ വേണം അല്ലേ, അറ്റ്ലീസ്റ്റ് 2 മീഡിയം എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? റിഫ്രാക്ഷൻ നടക്കുന്നുള്ളൂ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്ലക്ഷൻ ഒരു മീഡിയം മാത്രമേ വേണ്ടൂ, ഇവിടെയാണെങ്കിൽ 2 മീഡിയം നമുക്ക് വേണം.
ഇനി നമുക്ക് ഇൻസിഡൻറ്റ് റേയെ കൺസിഡർ ചെയ്യാം. നമ്മൾ റിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ ചെയ്ത പോലെ ഇത് നമ്മുടെ ഇൻസിഡൻറ്റ് റേ ആണ്. ഇതെന്താണ്? പോയിന്റ് ഓഫ് ഇൻസിഡൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മളൊരു നോർമൽ വരക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻസിഡൻറ്റ് റേ ആയി, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയി, നോർമൽ റേ. ഇനി നമുക്ക് രണ്ട് മീഡിയം എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ നമ്മളെ മനസ്സിൽ വരുമ്പോൾ ഇപ്പം എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, അല്ലെങ്കിൽ എയർ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. അപ്പോൾ നോക്കിയാൽ തന്നെ നമുക്കിങ്ങനെ മനസ്സിലൊരു ഫീലിംഗ് വരുന്നില്ലേ? എയർ എന്ന് പറയുമ്പോൾ അത്ര കട്ടിയൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു മീഡിയം. ഗ്ലാസും വാട്ടറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം കട്ടിയൊക്കെ കൂടിയ ഒരു ബുദ്ധിമുട്ടുള്ള മീഡിയം ആണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ അത് തന്നെ, അതായത് ഓരോ മീഡിയത്തിനും അതിൻ്റെതായ ഡെൻസിറ്റി ഉണ്ടാവുമല്ലോ. സാധാരണ ഡെൻസിറ്റി മാസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്ന ഒരു ഡെൻസിറ്റിയിൽ വ്യത്യാസം. അതേപോലെ ലൈറ്റിൻ്റെ കേസിൽ നമ്മളൊരു ഡെൻസിറ്റി പറയും, അതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അത് മാസ് പെർ യൂണിറ്റ് വോളിയം അല്ല. ശരിക്ക് ലൈറ്റിന് ഒരു മീഡിയത്തിൽ എത്രത്തോളം ബെൻഡ് അല്ലെങ്കിൽ സ്പീഡിൽ ഡിഫറൻസ് വരുന്നു അതൊക്കെ നിശ്ചയിക്കുന്നത് അതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്. ഓക്കെ, അതായത് ഓരോരോ മീഡിയത്തിനും ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിനെ നമുക്ക് ഡെൻസർ മീഡിയം എന്ന് പറയാം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിന് ഡെൻസർ. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിനെ നമുക്ക് റെയറർ എന്ന് പറയാം. റെയറർ മീഡിയം ആൻഡ് ഡെൻസർ. അപ്പോൾ ഇവിടെ ഏതാണ് റെയറർ ഏതാണ് ഡെൻസർ എന്നുള്ളത് റിലേറ്റീവാണ്. എങ്ങനെ? അതായത് നമ്മളിപ്പം ഇവിടെ എയറും ഗ്ലാസും എടുക്കുമ്പം എയറാണ് റെയറർ മീഡിയം, ഗ്ലാസ് ആണ് ഡെൻസർ മീഡിയം. നമ്മളിപ്പോൾ വാട്ടറും ഗ്ലാസും ആണ് എടുത്തതെങ്കിലോ വാട്ടറും ഗ്ലാസും അങ്ങനെ ആവാലോ. വാട്ടറും ഗ്ലാസും ആണെങ്കിൽ ഗ്ലാസ് ഡെൻസർ മീഡിയവും വാട്ടർ റെയറർ മീഡിയം വരും. ഓക്കെ, അതായത് എ പെയർ ഓഫ് മീഡിയം എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്താ പറയുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞത് റെയറർ, കൂടുതൽ ഡെൻസർ, ആ രീതിയിൽ വേണം എടുക്കാൻ കേട്ടോ. ഏതൊക്കെ സെറ്റ് എടുക്കുന്നോ അതിനനുസരിച്ച് ഇത് മാറും എന്നർത്ഥം. ഒരു പെയർ ഓഫ് മീഡിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ലൈറ്റ് റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, റെയറർ ടു ഡെൻസർ ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇതിപ്പോൾ നേരെ ഇങ്ങനെ പോവേണ്ടിയിരുന്ന ആളല്ലേ, അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ട്, അഥവാ റിഫ്രാക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നേരെ പോകേണ്ട ആളായിരുന്നു. ഇതെന്ത് ചെയ്തു? ഇത് നമ്മുടെ നോർമൽ റേ അല്ലേ? നോർമൽ റേയുടെ അടുത്തേക്ക് വന്നതല്ലേ ഇത് ശരിക്ക്, അല്ലേ? അതായത് റെയറർ ടു ഡെൻസർ ട്രാവൽ ചെയ്യുമ്പം ലൈറ്റ് റേ എന്ത് ചെയ്യും? ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യും. വെൻ ലൈറ്റ് റേ ട്രാവൽസ് ഫ്രം റെയറർ ടു ഡെൻസർ ഇറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഓക്കെ, ഇനി നേരെ തിരിച്ചു ആവാലോ. ഇതിപ്പോൾ ഗ്ലാസ് എന്ന എയറിലേക്കാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഗ്ലാസ് എന്ന എയറിലേക്ക്, അതായത് ഡെൻസർ ടു റെയറർ ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയോ? ഇങ്ങോട്ട് പോകുന്നതിന് പകരം റിഫ്രാക്ഷൻ ഇല്ല എങ്കിൽ ഈ പച്ചയാണ് ലൈറ്റ് റേ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ഞാൻ പറഞ്ഞ, ഡെൻസർ ടു റെയറർ ആണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിങ്ങോട്ട് ദൂരേക്ക് മാറിയിട്ട് പോകും. കണ്ടോ? ഓക്കെ, അപ്പോൾ ഈ പച്ച ലൈറ്റ് ഞാൻ കാണിച്ചത് റിഫ്രാക്ഷൻ ഇല്ല എങ്കിൽ ട്രാവൽ ചെയ്യുന്നതാണ്. റെയറർ ടു ഡെൻസർ ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ടുവേർഡ്സ് നോർമൽ ബെൻഡ് ചെയ്യും. ഡെൻസർ ടു റെയറർ ആണെങ്കിൽ കണ്ടോ, ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും. എവേ ഫ്രം നോർമൽ ബെൻഡ് ചെയ്യും. ഇതാണ് റൂള്. ഓക്കെ, ഇനി ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ബിറ്റ്വീൻ റിഫ്രാക്റ്റഡ് റേ, ഇതിനെ നമുക്ക് റിഫ്രാക്റ്റഡ് റേ എന്ന് പറയാം. റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ഇവിടെയാണെങ്കിൽ ഇത്രയും വരും. അതാണ് എന്ത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി ലോസ് ഓഫ് റിഫ്ലക്ഷൻ പഠിച്ചതുപോലെ നമുക്ക് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ലോസും കൂടി നമുക്ക് നോക്കാം. ലോസ് ഓഫ് റിഫ്രാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം കേട്ടോ. ദ ഇൻസിഡൻറ്റ് റേ, ദ റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ടു ദ interface of two transparent media at the point of incidence all lie in the same plane. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ റിഫ്ലക്ഷൻ്റെ കേസിൽ, അതേപോലെ തന്നെ
ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ റേ. അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നതിന് പകരം ഇവരിപ്പോൾ എന്ത് പറഞ്ഞു? ഇൻ്റർഫേസ് ഓഫ് ടു ട്രാൻസ്പാരൻറ്റ് മീഡിയ എന്ന് പറഞ്ഞു. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വരുന്നത് എവിടെയാണ് ശരിക്ക്? രണ്ട് മീഡിയത്തിൻ്റെയും ഇൻ്റർഫേസിലല്ലേ അല്ലേ? അതുകൊണ്ടാണ് അങ്ങനെ ഒരു വേർഡ്, രണ്ട് വേർഡ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ തന്നെ പഠിക്കുക. അതൊക്കെ ഒരു പ്ലെയിനിൽ തന്നെയാണ്. ഇനി രണ്ടാമത്തെ ലോ നമ്മൾ സ്നെൽസ് ലോ എന്നും കൂടി പറയും കേട്ടോ. സെക്കൻഡ് ലോ ആണ് നമ്മൾ സ്നെൽസ് ലോ എന്നും കൂടി അറിയപ്പെടുന്നത്. സ്നെൽസ് ലോ. ഓക്കെ, സെക്കൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ ഈസ് കോൾഡ് സ്നെൽസ് ലോ. എന്താ നോക്കാം. The ratio of sin of angle of incidence to the sin of angle of refraction is a constant for the light of a given color and for a given pair of medium. ഓക്കെ, അതായത് ആദ്യം ഇത് പഠിക്കുക. സൈൻ ഐ ഈക്വൾ ടു സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൾ ടു എ കോൺസ്റ്റൻറ്റ്. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് ഈക്വൾ ടു എ കോൺസ്റ്റൻറ്റ്. ഈ ഇക്വേഷൻ പഠിച്ചതിന് ശേഷം ഇതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം, സെൻറ്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യാം. സൈൻ ഐ ബൈ സൈൻ ആർ ഇതൊരു റേഷ്യോ അല്ലേ? അതായത് സൈൻ ഐയുടെയും സൈൻ ആറിൻ്റെയും റേഷ്യോ. അപ്പോൾ എങ്ങനെ എഴുതും? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ഐ, സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു ദ സൈൻ ആർ അല്ലേ, സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കോൺസ്റ്റൻറ്റ്. എങ്ങനെ? ഫോർ എ പർട്ടിക്കുലർ കളർ ഓഫ് ലൈറ്റ്, ഏതെങ്കിലും ഒരു ഗിവൺ കളർ ഓഫ് ലൈറ്റിനും ഒരു ഗിവൺ പെയർ ഓഫ് മീഡിയക്കും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് മീഡിയം മാറ്റി മാറ്റി എടുക്കുന്നതിനനുസരിച്ച് വാല്യൂസ് മാറും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലോസ് ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ എന്താണ് റിഫ്രാക്ഷൻ എന്നുള്ള ബേസിക് ഐഡിയ മനസ്സിലാക്കി, ലൈറ്റ് റേ എങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി. അതേപോലെ ലോസ് ഓഫ് റിഫ്രാക്ഷനും പറഞ്ഞു, ലോസ് ഓഫ് റിഫ്രാക്ഷനും പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതായത് റിഫ്രാക്ഷൻ ത്രൂ എ റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബ്. ഇത് ഫിഗർ വരയ്ക്കാനായിട്ട് തന്നെയായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ആക്ച്വലി വരയ്ക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യുക? ഇഷ്ടമുള്ളിടത്ത് ഒരു ലൈറ്റ് റേ വരയ്ക്കുക. ഇഷ്ടമുള്ള ചെരുവിൽ വരച്ചോ. ഇതാണ് നമ്മുടെ ഇൻസിഡൻറ്റ് റേ. ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഒരു നോർമൽ വരയ്ക്കുക. ഓക്കെ, സ്കെയിലും പെൻസിലും എടുത്ത് നീറ്റായി വരയ്ക്കണേ. ഞാൻ നോർമൽ റേ വരച്ചു. ഓക്കെ, ഇനി ഇത് എയർ ടു ഗ്ലാസ് അല്ലേ? എയർ ടു ഗ്ലാസ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? റെയറർ ടു ഡെൻസർ. റെയറർ ടു ഡെൻസർ ആകുമ്പം ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. കണ്ടോ? നോർമലിൻ്റെ അടുത്തേക്ക് വന്നു. ഇത് ഇല്ലായെങ്കിൽ ഇത് ഇങ്ങനെയല്ലേ പോണ്ടേ അല്ലേ? അപ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക് വന്നു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയും നമ്മൾ നോർമൽ വരക്കണം. പോയിന്റ് ഓഫ് ഇൻസിഡൻസ് വരുന്ന സ്ഥലത്ത് നമ്മൾ നോർമൽ. ഓക്കെ, ഇനി ഡെൻസർ ടു റെയറർ അല്ലേ? ഡെൻസർ ടു റെയറർ. ഡെൻസർ ടു റെയറർ വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് വരുന്നതിന് പകരം അങ്ങോട്ടേക്ക് പോകും അല്ലേ? ഡെൻസർ ടു റെയറർ ആകുമ്പോൾ എവേ ഫ്രം നോർമൽ. അതായത് ഇത് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകില്ല എന്നർത്ഥം. ഇത് ഇങ്ങോട്ടേക്കാണ് ഇനി പോവുക. അതായത് ഇത് ഇങ്ങനെ പോയി. കണ്ടോ എത്ര സിമ്പിളാണ്? ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, എമർജൻറ്റ് റേ. പുറത്ത് വന്നതാണല്ലോ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, എമർജൻറ്റ് റേ. ഇപ്പം നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിലുള്ള ചെരിവല്ല ഞാൻ വരച്ചത് അല്ലേ? നിങ്ങൾ വരക്കുമ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ വരച്ചോ. എങ്ങനെ വരച്ചാലും നിങ്ങൾക്ക് ഇതുപോലുള്ള ഫിഗർ തന്നെ വരും. തെറ്റിയിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ച് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ പുറത്ത് വന്ന ലൈറ്റ് റേയും ഇതാ ഈ വരച്ചതിൻ്റെ മേലെ സ്കെയിൽ വെച്ചിട്ടില്ലേ, ഇതിനെ നമ്മളിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്താൽ ഇവിടെ കാണുന്ന പോലെ ഇങ്ങനെ നീട്ടി വരക്കാലോ. അത് രണ്ടും എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. പാരലൽ ആവുന്നില്ലെങ്കിൽ വായിച്ച് കറക്റ്റ് ചെയ്തോളൂ. പാരലൽ ആയിട്ട് തന്നെ വരക്കണം. ഓക്കെ, ഇനി നമ്മളിവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്രാക്ഷനൊന്നും മെഷർ ചെയ്തിട്ടില്ലല്ലോ വരക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മെഷർമെൻ്റ് എടുത്തിട്ടൊന്നും വരക്കാൻ പറ്റില്ല. എന്ത് ചെയ്യുക? ഇതും പാരലൽ ആവുന്ന രീതിയിൽ തന്നെ വരക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു റേ ഡയഗ്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ ലൈറ്റ് റേ ശരിക്ക് ഇങ്ങനെ നേരെ പോവേണ്ടതായിരുന്നു അല്ലേ? റിഫ്രാക്ഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ റിഫ്രാക്ഷൻ വഴി ഗ്ലാസ് സ്ലാബിലൂടെ കടന്നു വരുന്ന സമയത്തുള്ള റിഫ്രാക്ഷൻ വഴി ഇതിലേ പോണ്ട ലൈറ്റ് റേ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടാണ് പോയത് അല്ലേ? ഇതിലേ പോണ്ടയാൾ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടാണ് പോയത്. അതായത് നമുക്ക് പറയാം ഒരു ലാറ്ററൽ ഷിഫ്റ്റ് അവിടെയുണ്ട്. ദർ ഈസ് എ ലാറ്ററൽ
shift. When light ray passes through a glass prism, it shows a lateral shift or lateral displacement. Lateral displacement. ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു മാറ്റമുണ്ട്. ഇനി ഈ ഫിഗർ വരച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യേണ്ടി വരും. ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഇപ്പം I1 I2 എന്ന് കൊടുത്തിട്ടുണ്ട്, കാരണം രണ്ട് ഇൻ്റർഫേസ് വരുന്നുണ്ടല്ലോ. അപ്പോൾ I1 I2 R1 R2. ഓക്കെ, ഇതിനെ നമുക്ക് എമർജൻറ്റ് റേ എന്ന് പറയാം, ഇതിനെ ഇൻസിഡൻറ്റ് റേ എന്ന് പറയാം, ഇതിനെ റിഫ്രാക്റ്റഡ് റേ എന്നും പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് എത്ര സിമ്പിളാണെന്ന് നോക്കിയേ, വളരെ സിമ്പിളാണ് ഇത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത് ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ പഠിക്കണം. അതേപോലെ പുതിയൊരു ടേം, നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ടേമായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് നോക്കാനുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ബേസിൽ നമുക്ക് പ്രോബ്ലംസും വരും. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഡെഫിനിഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവുക. എല്ലാ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, 1 by 1 ആയിട്ട് പ്രോബ്ലംസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാം. ഓക്കെ.